കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ഒരു ദൃശ്യം പുറത്തുവിട്ടിരുന്നു. അതായത് ഈ പടയപ്പ അതിന്റെ ഇണയും കുഞ്ഞുമായി നടന്നു പോകുന്ന ഒരു ദൃശ്യമായിരുന്നു നമ്മൾ പുറത്തുവിട്ടത്. ആ ദൃശ്യം പുറത്തുവിട്ട സമയത്ത് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു വലിയ ആക്രമണം, ഇനി പ്രത്യേകിച്ചും കുടുംബമായി പോകുന്നത് കൊണ്ട് തന്നെ, അത്തരം ദൃശ്യങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ ഇനി വലിയൊരു ആക്രമണം പടയപ്പയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നുള്ളൊരു ധാരണയിലേക്ക് നമ്മളൊക്കെ എത്തിയിരുന്നു. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് വീണ്ടും മൂന്നാറിൽ നിന്ന് പുറത്തു വരുന്നത്. എന്തായാലും പടയപ്പയുടെ ആക്രമണം അവിടെ അവസാനിച്ചിട്ടില്ല. തൊഴിലാളികളുമായി പോയ ഓട്ടോറിക്ഷ പടയപ്പ തകർത്തു. കല്ലാർ മാലിന്യ പ്ലാന്റിന് സമീപത്ത് വെച്ചാണ് ഈ പടയപ്പയുടെ ആക്രമണം ഉണ്ടായത്. ആനയെ കണ്ടതോടെ ഓട്ടോയിൽ ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ വലിയ അപകടമൊന്നും ഉണ്ടായില്ല. എന്തായാലും ഓട്ടോ ഈ പടയപ്പ പൂർണ്ണമായി തകർത്തിട്ടുണ്ട്. RRT സംഘം എത്തിയാണ് ആനയെ വിരട്ടി ഓടിച്ചത്. നടയാർ ഭാഗത്ത് ഇറങ്ങിയ മറ്റൊരു കാട്ടാന വാഴകൃഷിയും നശിപ്പിച്ചു. എന്തായാലും ഈ പടയപ്പയെ കൊണ്ടും അവിടുത്തെ കാട്ടാനകളെ കൊണ്ടും അവിടുത്തെ ആളുകൾക്ക് യാതൊരു സമാധാനവുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു റിപ്പോർട്ടാണ് മൂന്നാറിൽ നിന്ന് വന്നതെങ്കിൽ ഈ വന്യമൃഗങ്ങളെ കൊണ്ട് നാട്ടിൽ സ്വൈര്യജീവിതം സാധിക്കാത്ത അവസ്ഥയാണ് മറ്റു ജനങ്ങൾക്കുള്ളതെന്ന് തന്നെയാണ് ഈ സമീപത്തു നിന്നുള്ള വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. എന്തായാലും നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതിന് മുൻപൊരു ഇടവേള.